ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തി കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവളാണ് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യും അതുപോലെ തന്നെ ഡാൽഡയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളീൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോൾട്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് എന്താ പറയുക സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരി അളവെടുത്ത് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി ചേർത്ത് നന്നായിട്ട് അതുകൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിദ്വാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ കാഷ്യൂ നട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് തീരെ പറയാൻ പറ്റില്ല. അതിന് ശേഷം അളന്ന് വെച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അരി ഒന്നൊന്നായിട്ട് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒരു വിസിലാകാൻ വേണ്ടി കാത്തു നിൽക്കും. ഒരു വിസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അതാവുന്ന നേരം കൊണ്ട് ഇവിടെ അമ്മ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തു. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ച ആ ഒരു റൈസിലേക്കെല്ലാം ഇട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വിളമ്പലിലേക്കാണ്. വിളമ്പി ഇപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളുണ്ട്, സൂപ്പർ പറയുന്ന ടെസ്റ്റർ ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ വീഡിയോ എടുക്കലിൻ്റെ ഇടയിൽ അച്ഛനും ഇവിടെ കഴിച്ച് കഴിയാനായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.